എന്താ പറയാനുള്ളത്? നിങ്ങളത് പറയരുത്. എന്താ പറയണ്ടേ? വേറൊക്കെ എന്താ അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നു. മുന്നിൽ പോയി മജിദാക്കന്നെ ഒന്നാമത് നേരം വൈകി വന്നതാണ്. മൂപ്പര് എന്തോ ഒരു സാധനം ആരൊക്കെ എന്തോ വാങ്ങാണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ പുതിയ ഒരു ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇന്നലെ നമ്മൾ കുർഫുഖാനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് പൊതുവിലുള്ള കച്ചവടങ്ങളെ കുറിച്ച്, അതായത് പുതുതായിട്ട് സ്ഥാപനങ്ങൾ തുടങ്ങുന്ന ആളുകളോടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഉള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നല്ലൊരു പഠനം ഇല്ലാതെ നിങ്ങളെ കയ്യിലുള്ള ക്യാഷ് വെറുതെ വളർത്തി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പരസ്യങ്ങളോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും പ്രൊമോഷനുകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി കണ്ടിട്ട് ഏതെങ്കിലും ഷോപ്പ് പോയി എടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് എടുത്ത് ചാടുക ചെയ്തിട്ട് ക്യാഷ് നശിപ്പിക്കരുത് എന്നാണ് പറയാനുള്ളത്. നമ്മൾ പ്രവാസി സുഹൃത്തുക്കളങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് 10 രൂപ നമ്മളെല്ലാവരും ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യരുത്, വെള്ളത്തിലാക്കരുത് എന്ന് പറയുകയാണ് ഞാനിവിടെ. ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എടുക്കുകയാണെങ്കിലും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കണം. അത് അവിടെ പോയി നിന്ന് അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണം എന്നാണ് ഞാൻ പറയാം. പുതിയത് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കണം. നിങ്ങൾ ആ തുടങ്ങുന്ന സ്ഥാപനം അതിന് എത്രത്തോളം സ്കോപ്പ് ഉണ്ട്, നിങ്ങൾ ആ തുടങ്ങുന്ന ഏരിയയിൽ അതിന് സാധ്യത ഉണ്ടോ, അതല്ല അതിന് വേറെ എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ, അത്ര സ്ഥാപനങ്ങൾ ആ ഭാഗത്ത് എത്ര എണ്ണം ഉണ്ട്, നമുക്ക് ഏകദേശം എത്ര കസ്റ്റമേഴ്സിനെ കിട്ടാൻ സാധിക്കും, അങ്ങനെ കൃത്യമായ ഒരു വിവരം അല്ലെങ്കിൽ കൃത്യമായൊരു പഠനം നടത്തിയിട്ട് മാത്രമേ ഒരു സ്ഥാപനം തുടങ്ങാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഒരുപാട് ഒരു കയ്യും കണക്കും ഇല്ലാതെ അതിൻ്റെ കൂടെ കടം വാങ്ങിയിട്ടും എന്ത് ചെയ്യരുത്, ഒരു സ്ഥാപനം തുടങ്ങരുത്, അല്ലെങ്കിൽ ഒരു സ്ഥലത്തും നിക്ഷേപിക്കരുത്. അങ്ങനെ കൃത്യമായ അറിവ് പഠനം അതില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകണില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ട് നമുക്ക് റിപ്പോർട്ട് തരുന്ന ആളുകളുണ്ട്. അത്യാവശ്യം ക്യാഷ് ആവും, പക്ഷേ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. അവർ കൃത്യമായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്തു തരും. അതുപോലെ തന്നെ ബിസിനസ് തുടങ്ങുമ്പോൾ നല്ല കൺസൾട്ടൻസിനൊക്കെ കണ്ടിട്ട് അതിനുമായി ബന്ധപ്പെട്ടിട്ട് അത് എങ്ങനെ ഗ്രോ ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എങ്ങനെ നടത്തണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അത് ചെയ്യാനെന്നാണ് പ്രത്യേകമായിട്ട് സഹോദരങ്ങളോട് ഓർമ്മിക്കാറുള്ളത്. ഇതാ വന്നുകൊണ്ട് നിൽക്കണേ 2 മിനിറ്റ് നമ്മൾ അതിൻ്റെ അവിടെ എത്തി, പെർഫ്യൂമിൻ്റെ അവിടെ. ഇതൊക്കെ കുറെ ആയിട്ടിരിക്കണം എന്നോട് ചെലവ് പോയി. എന്താ പറയാ, 1.5 ചെലവാക്കണം. അല്ല ഞാൻ 2 ആക്കാം. അതായത് ബില്ലിനനുസരിച്ച് ബില്ല് കൂടിയാൽ മജീദാക്കാന്റെ ചെലവാവും, ബില്ല് കുറവാണെങ്കിൽ നമ്മൾ മജീദാക്കാൻ കൊടുക്കുന്ന ചെലവാവും. അങ്ങനെ ബില്ലിന്റെ അളവും തൂക്കും കണക്കനുസരിച്ചിരിക്കും ചെലവിന്റെ പൊസിഷൻ മാറുന്നത്. മജീദാക്ക കടയിലുണ്ടോ? ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളെ കാത്ത് ചായക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കാം. സാധു ഇല്ലേ, നമ്മളോട് ചോദിച്ചല്ലോ എവിടെ എന്തിയാ എന്നൊക്കെ ചോദിച്ചല്ലോ. ഇപ്പോ നമ്മുടെ മജീദാക്ക നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇതൊക്കെ എന്താ ഐറ്റം? നല്ല തിരക്കാണ്, ഒരു കടയിലും തിരക്കാണ്, പുറത്തും തിരക്കാണ്, മൊത്തം തിരക്കാണ്. ഒന്നും ഇങ്ങോട്ട് നോക്കൂ സുന്ദര പ്ലീസ്. ഒരു ക്ലിക്ക്. ഇതൊക്കെ സംസാരിക്കും. മുന്തിരി എടുത്തോളി.
ചായക്ക് കടി മുന്തിരിയോ? അതാ സുന്ദരൻ കോർഫുഖാന്റെ കഞ്ചക്കര മാഞ്ച കോർഫുഖാന്റെ ഒമ്മടി അല്ലാ നമ്മൾ ചായക്കട കേട്ടോ, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടുത്തെ ബ്രോസ്റ്റൊക്കെ നല്ല ടേസ്റ്റാണ്. ഞാൻ നാളെ കഴിച്ചിരുന്നു. നമ്മൾ കഴിച്ചില്ലല്ലേ? ആ, ബ്രോസ്റ്റൊക്കെ രസമുണ്ട്. 3 ചായ. ചായക്ക് കടി മുട്ടായിയാ, മിഠായി, ബിസ്ക്കറ്റ് എല്ലാം ഉണ്ട്. അങ്കത്താണ്ടി എന്താ ചുറ്റണ്ടി? എന്താണ് മൂപ്പർക്ക് എന്തെങ്കിലും ഒന്ന് ചുറ്റി കൊടുക്കും? അതെ, അല്ല ഞാൻ ഫുഡ് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആളാ, സത്യം പറയാം. ഉള്ളത് പറയാം, അത് വരും. അല്ല അത് ഇത് അല്ല, ഇത് സ്റ്റാർട്ടർ, അത് മെയിൻ കോഴ്സ്. മനസ്സിലായോ? ബിസ്ക്കറ്റ് പൊതുവെ നല്ലതല്ല കേട്ടോ, അത് ഞാൻ ആദ്യം പറഞ്ഞുതരാം. കഴിക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലതല്ല എന്ന് ഞാൻ ആദ്യം പറയാണ്. എൻ്റെ വാപ്പാക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ബിസ്ക്കറ്റ്. കഴിക്കരുത് എന്ന് പറയുന്ന ചില സാധനങ്ങൾ ഒരു സാധനം, ആ 2-3 സാധനങ്ങൾ അങ്ങനെ റൂമ് കയറി ആക്കി വിളിച്ചോണ്ടിരിക്കണേ, നേരെ റൂമൊക്കെ വരിക. ഒരു ദിവസത്തെ ബ്ലോഗ് കളി തുണിയിൽ നിൽക്കുന്ന നേരെ റൂമൊക്കെ വരിക. റൂം ടൂർ, ഇതാക്കെന്റെ ഹോം ടൂർ പറഞ്ഞു. റൂം ടൂർ അല്ല, 300 ബാക്കി വെച്ചാല് സേവല കുഴപ്പമില്ല. ഇവിടെ 1000 ബാക്കി വെച്ചിട്ട് കുഴപ്പമില്ല. ഫൈനുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ അഭിപ്രായം പറയാം. ഒരാൾ മുന്നിലെത്തുണ്ട്. മാഷാഅല്ലാഹ്, അടിപൊളിയാണ്. നമ്മുടെ ഇവിടെ 3 അത് പൈസക്കകത്തുണ്ടല്ലോ ഒരുമന്റെ ഭാഗമായിട്ട് ഒന്ന് ഷവർമ്മ കഴിക്കാന്ന് ആൾക്കാർ പറയുന്നത്. ഒരുമുള്ളതാണ്, ഒരുമുണ്ടെങ്കിൽ കുറച്ചുണ്ടെങ്കിൽ എടുക്കാനല്ല വളർത്തുമ്പോൾ എടുക്കാനല്ലേ. നമുക്ക് തിന്നട്ടെ, ബാക്കി തിന്നിട്ട് ഇനി വാങ്ങാം. പൊട്ടും ശരിയാവും. പൊട്ടിച്ചാലേ